ഇന്നത്തെ ചോറിനുണ്ടാക്കിയ പയറുലത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ പയറെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പയറില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ പയർ മാത്രം തൊണ്ട് കളഞ്ഞിട്ട് പയറെടുത്തേക്കുന്നതാണ് കേട്ടോ ഇത്. അങ്ങനത്തെ പയർ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു വിസിൽ അത്ര മതി കേട്ടോ. ഈ പയർ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇവിടെ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ പയറിൻ്റെ അധികം വന്ന വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, കാരണം അതൊന്ന് ഒലുത്തുന്ന സമയത്ത് ഒഴിക്കാനായിട്ട്. പിന്നെ ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ സെയിം ഒലുത്ത് നമുക്ക് വൻപയറിലും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാനത് ഇട്ട് കൊടുക്കാറുള്ളത്. അങ്ങനത്തെ കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം അതൊന്ന് വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി പയർ വേവിച്ച സമയത്ത് ഇട്ടുകൊണ്ട് ഒരല്പം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്ന സമയത്ത് ഇതേപോലെ ബ്രൗൺ കളറായിട്ട് വാടി വന്നു കേട്ടോ. അതിനകത്തേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് മുളകിൻ്റെ അളവ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ട് പച്ചമണം മാറി വന്ന സമയത്ത് നമ്മൾ വേവിച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കുക. പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ച് മതി കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റുള്ള ഒലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.